നമസ്കാരം ട്ടാ. വി ഡി സതീശൻ സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ ഇടതുപക്ഷമായ പ്രതിപക്ഷം വൻ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് വി ഡി സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ നടപടി വിദേശ മദ്യ കുത്തക കമ്പനികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മദ്യത്തിലെ പ്രമുഖ ബ്രാൻഡായ ബക്കാഡി എന്ന കമ്പനിയാണ് ഇതിന്റെ പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇനി എത്ര രൂപ കിട്ടിയാൽ മതി എന്ന് വ്യക്തമാക്കിയാൽ മതിയെന്നും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ അധികാരത്തിലിരുന്ന 10 വർഷം എന്തുമാത്രം ബാറുകളാണ് തുറന്നു കൊടുത്തത്? നിങ്ങൾ KPSC ലളിതയെയും അതുപോലെ ഇന്നസെന്റിനെയും വെച്ച് പരസ്യം ചെയ്തില്ലേ, മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടതെന്ന്? എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഏതെങ്കിലും ഒരു നടപടി നടപ്പിലാക്കാൻ തയ്യാറായോ? ആരെയെങ്കിലും മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. വി ഡി സതീശൻ സാറിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മുൻ ധനമന്ത്രി KN ബാലഗോപാലും അതുപോലെ മന്ത്രി K രാജനുമൊക്കെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അവര് ഈ പ്രസ് മീറ്റിന് വന്നിരുന്ന നേതാക്കന്മാരെ എണ്ണയിട്ട് മയപ്പെടുത്തുന്നത് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ പ്രസ് മീറ്റ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന്, നിങ്ങളല്ലേ ബാറുകളുടെ എണ്ണം കൂട്ടിയത്, നിങ്ങൾ വന്നതിന് ശേഷമല്ലേ മയക്കുമരുന്നിൻ്റെയും MDMAയുടെയും ഉപയോഗം കൂടിയത് എന്ന് ചോദിക്കാൻ ആണായിട്ട് പറഞ്ഞ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരെ പോലും അല്ലെങ്കിൽ ഒരൊറ്റ മാധ്യമ റിപ്പോർട്ടർമാരെ പോലും ഞാൻ കണ്ടില്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വെറും 312 ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ക്രമേണ ബാറുകൾ പൂട്ടി അത് 312ലേക്ക് എത്തിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ ചെയ്തതെന്താണ്? മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്തി 812-ലധികം, നിങ്ങൾ ശ്രദ്ധിക്കണം, 812-ലധികം ബാറുകളാണ് തുറന്ന് മലർത്തിയിട്ട് കൊടുത്തത്. എന്നിട്ടാണ് ഇവർ വന്നിരുന്നിട്ട് പുതിയ വി ഡി സതീശൻ സർക്കാർ വില കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുന്നതിനെതിരെ ഘോരം പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ അധികാരത്തിൽ വന്നു, ബാറുകളൊക്കെ മലർക്കെ അങ്ങ് തുറന്നു കൊടുത്തു. കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു മരിക്കട്ടെ. എന്നിട്ടോ അതിൻ്റെ പേരിൽ വാറ്റ്, സെസ്, പ്രളയനികുതി, നിരവധി നികുതികൾ ഇങ്ങനെ അടിച്ചു കയറ്റിയിട്ട് 70 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് 10-12 ഇരട്ടി അധികം ടാക്സാണ് ഈടാക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞ് ആണ് ആ സർക്കാർ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചത്. അവർ തന്നെയാണ് ഇതിന് പദ്ധതി ഇട്ടത് ആദ്യം. എന്നിട്ട് ഇവരത് നടപ്പിലാക്കിയപ്പോൾ, വി ഡി സതീശൻ സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഇവർക്ക് എതിർക്കാൻ എന്താണ് യോഗ്യത?